ഇപ്പൊ മനസ്സിലായില്ല യൂട്യൂബർമാരും സോഷ്യൽ മീഡിയക്കാരും സ്വഭാവം എന്താണെന്നുള്ളത്. അമേരിക്കയിൽ ആ പെണ്ണ് പോയി കാട്ടിക്കൂട്ടിയത് ഫസ്റ്റ് വീഡിയോ കണ്ട് രണ്ടാമത്തെ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്കൊക്കെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാണ്. അത് മക്കളെ, നിങ്ങൾ യൂട്യൂബർമാരെയും സോഷ്യൽ മീഡിയക്കാരെയും അയലക്കത്ത് പോലും നിങ്ങൾ അടുപ്പിക്കരുത്. അഥവാ വരാണ്ടെങ്കിൽ പച്ച മട്ട എടുത്ത് നെറുന്തല നോക്കി കൊടുത്തേക്ക്. വെറും റീച്ച്. നമുക്കറിയാം അമേരിക്കയിലൊക്കെ ഒരു റൂമിൽ നിൽക്കണമെങ്കിൽ മിനിമം ഒരു 35,000 റുപ്യ ഒരു ദിവസം ഇന്ത്യ മണി കൊടുക്കണം. ആ സ്ഥലത്താണ് 2 ദിവസം നിർത്തിയാവും പോരാ, ഇനി മണ്ട കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടും അർദ്ധരാത്രിയിൽ ഇറങ്ങി പോയിട്ട് എന്നെ അത് ചെയ്ത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് ആ അപ്പൂപ്പനെയും കുടുംബത്തെയും അങ്ങേ അറ്റം മോശാക്കി. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും 60 കിലോമീറ്ററും ഈ ജേഴ്സി നിന്നാണ് ഈ അപ്പൂപ്പന് 2 ദിവസം ഇവിടെ കൊണ്ടുപോയി മൊത്തം ന്യൂയോർക്ക് സിറ്റി കാണിച്ചു കൊടുക്കണേ. ഇതന്നെയാണ് മക്കളെ ഈ സോഷ്യൽ മീഡിയക്കാർക്ക് ഇരട്ട മുഖമാണ്. ക്യാമറന്റെ മുന്നിൽ ഒരു മുഖം, അത് കഴിഞ്ഞ വേറെ മുഖം. ഒറ്റൊന്നിനെ അടുപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ ഈ സോഷ്യൽ മീഡിയക്കാരെ കൊണ്ട് എത്ര കുടുംബം ഇല്ലാതായെന്നുള്ള? പാലമരത്തുനിന്ന് ശൈത്താൻ പോയായിരിക്കും എത്ര ഭർത്താക്കന്മാര് ഭാര്യമാരില്ലാതെ എടുക്കണമെന്നറിയോ? ഇതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാവരും ഇരട്ട മുഖങ്ങളാണ്. നിങ്ങൾ കുറച്ച് ഫോളോവേഴ്സും റീച്ചും വ്യൂസും കണ്ട് ആര് വലിയ ഷെയ്ക്കാണെന്ന് വിചാരിച്ച് പിൻപറ്റണ്ട. നിങ്ങളെ ബൈക്ക് പോയിക്കോളും. യൂട്യൂബർ ആയിക്കോട്ടെ, എന്നെ പോലത്തെ സോഷ്യൽ മീഡിയക്കാരായിക്കോട്ടെ, അപ്പന റീച്ച് കേലിയാണ് ഇതൊക്കെ ഉണ്ടാക്കണേ. ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയില്ല. ഇവരൊക്കെ കാട്ടിക്കൂട്ടലാണ്.